റാണിയേ, വേഗം വാ, സമയമാകുന്നു. ചേട്ടന് എപ്പോഴും തിരക്കാണ്. നമ്മൾ പോയിട്ട് 3 മണിക്ക് വരണ്ടടി. എങ്ങനെയുണ്ട് ആ സ്ഥലമൊക്കെ? അടിപൊളി. അതാണ് ഞാൻ വിളിച്ചോണ്ട് വന്നത്. വല്ലപ്പോഴൊക്കെ എങ്ങനെ ടൂർ വരണ്ടേ? അതൊക്കെ വരണം. നല്ല തേയിലത്തോട്ടങ്ങളും ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. അതിനെന്താ, ചേട്ടനെ ഇവിടെ ബോട്ടിംഗ് അല്ലേ? എടി, ബോട്ടിങ്ങിനൊക്കെ പോകണമെങ്കിൽ പൈസ കൊടുക്കണം. ചേട്ടൻ ഒരു പിസ്ക. എടി, പിശുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നാ പറയുന്നേ? ഞാൻ ഒരാൾ പണിയെടുത്ത് 5 പേര് ജീവിക്കണ്ടേ? പണം ഉണ്ടായിട്ടല്ലല്ലോ പിശുക്കുന്നേ. ഓ, ഈ വാഗമണിലെ വെള്ളം എന്നാ തണുപ്പാന്നറിയാമോ? ഇത് മിനറൽ വാട്ടറാ? മിനറൽ വാട്ടർ അല്ല, മരുന്ന വഴിക്ക് ഒരു കുപ്പി താഴെ കിടന്ന് കിട്ടിയതാ. ഒരു വീട്ടിൽ ഞാൻ വെള്ളം പറഞ്ഞു തീരുന്നു പിന്നെ. റാണിയെ, താമസിച്ചു പോയി. ഞാൻ പോയി പിള്ളേരെ വിളിച്ചോണ്ട് വരാം. കുടിക്കാൻ ഇച്ചിരി വെള്ളം തന്നേ. ചേട്ടാ, രാജ, ഞാൻ ഇപ്പൊ വരാവേ. ഞാൻ ചട്ടം ഇട്ടുകൊണ്ട് വരാവേ കേട്ടോ. ഇപ്പൊ വരാതിക്കോടെ. സ്കൂളിൽ നിന്ന് അച്ചായന്റെ പിള്ളേരെ വിളിച്ചോണ്ട് വരുമ്പോഴേ എന്റെ പിള്ളേരെ ഇവിടെ നിൽക്കുന്ന കണ്ടായിരുന്നോ? ആ രാജ, എന്റെ പിള്ളേരെ ഞാൻ വിളിച്ചോണ്ട് വരുമ്പോൾ നിന്റെ പിള്ളേരെ ഞാൻ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്താണ് രാജ പ്രശ്നം? അച്ചായ, പിള്ളേരെ കണ്ടില്ല. എനിക്ക് ജോലിക്ക് പോകണം, തിരക്കാ. എന്നാ ഓക്കെ അച്ചായ, ഓക്കെ പണിക്ക് പോക്കോ. എടി, പിള്ളേരെ കാണാനില്ല. പിള്ളേര് വരുന്ന സ്ഥലമെല്ലാം ഞാൻ തപ്പി. എന്താ ചേട്ടാ പറയണേ? എന്റെ പിള്ളേരെന്തിയേ? എടി, മനസ്സമാധാനപ്പെടുത്തി. എനിക്കും വിഷമമുണ്ട്. ഒത്തിരി നേരായിട്ട് എന്റെ പിള്ളേരെ കാണാതെ പോയി. ചേട്ടൻ ഒന്ന് പോയി നോക്കിട്ട് വാ. നോക്കാൻ ഒരു സ്ഥലവും ഇല്ലടി. നമ്മളും എവിടെ പോയിന്ന് അറിയത്തില്ല. എന്നാ ചെയ്യും? എന്റെ പിള്ളേര് അമ്മനെ, വിമലെ, കളിച്ചത് മതി, സ്കൂൾക്ക് പോകാം. ചേട്ടാ കരയണ്ട, വന്ന് കംപ്ലൈന്റ് കൊടുക്കും ചേട്ടാ. ഹലോ, ആരാണ്? ഹലോ, SI സുനിൽ ഗോപി സാറാണോ? SI സുനിൽ ഗോപിയാണ് സംസാരിക്കുന്നത്. സാറേ, ഒരു പരാതി തരാൻ വേണ്ടി വിളിച്ചതാണ്.
സ്കൂളിലേക്ക് പോയ എൻ്റെ പിള്ളേർ ഇതുവരെ കണ്ടില്ല സാറേ. ഇന്നും വൈകുന്നേരം പോയി ഞാൻ വിളിച്ചോണ്ട് വരുന്നതാണ്. ഇന്ന് ചെന്നപ്പോൾ അവിടെ ഇല്ല. സാറ് വേണം ഒന്ന് കണ്ടുപിടിച്ച് തരാൻ. സ്കൂൾ വിടുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? വാഗമണ്ണ് വരെ ഒരു ടൂർ പോയതായിരുന്നു സാറേ. നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ പിള്ളേരെ കൂടി കൊണ്ടുപോകണമായിരുന്നു. കുട്ടികളെ തനിച്ചാക്കി പോകരുത്. സാറേ, അബദ്ധം പറ്റിപ്പോയി സാറേ. ഏതായാലും ഈ കേസ് ഞാൻ ഏറ്റെടുക്കാം. താങ്ക് യു സാറേ, താങ്ക് യു. നാളെ നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് ഒരു പരാതി കൊടുക്കും. അതിനു മുമ്പ് നിങ്ങളുടെ ചുറ്റുവട്ടം ഒന്നും കൂടി സെർച്ച് ചെയ്യണം. എന്നിട്ട് കുട്ടികളെ കണ്ടു കിട്ടിയാൽ എന്നെ വിളിച്ച് വിവരറിയിക്കണം. ഞാനിപ്പോൾ വീട്ടിലാണ്. ഓക്കെ. റാണി, ഞാൻ ഫോൺ വിളിച്ച് എസ്ഐയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നാളെ 10 മണിക്ക് വന്ന് പരാതി കൊടുക്കാൻ പറഞ്ഞു. ചേട്ടാ എല്ലാ സ്ഥലത്തിലും നോക്കിയോ? നീ പറഞ്ഞപ്പോഴാ ഓർത്തെ. ഇനി ഒരു വീട്ടിൽ നോക്കാനുണ്ട്. ഞാൻ പോയി നോക്കിയിട്ട് വരാട്ടോ. എന്താണ് രാജാ ഈ വഴിയൊക്കെ? സുചന്ദ്രൻ ചേട്ടാ, എന്നാ പറയാനാ? വിഷമം മനസ്സിലായി. പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്. 10 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. എനിക്ക് മക്കളില്ല. ഇങ്ങോട്ട് വരണ വഴിക്ക് നിന്റെ കൊച്ചവിടെയായിരുന്നു, കണ്ടാൽ. ആരും വിളിക്കാൻ വന്നില്ല എന്ന് ചോദിച്ചു. അവര് വന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിളിച്ചോണ്ട് പോന്നു. ഞാനെന്താ നിങ്ങളാ ഫോൺ വിളിച്ച് പറയാത്തെന്തെന്നറിയാമോ? പിള്ളേരെ നഷ്ടപ്പെട്ടാനുള്ള വേദന നിങ്ങളും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാ. സുചന്ദ്രൻ ചേട്ടാ, ഒരുപാട് നന്ദി. നന്ദി എന്നും നീ പറയണ്ട. നിന്റെ പിള്ളേരെ വിളിച്ചോണ്ട് ചേട്ടാ, നമുക്ക് ടൂർ പോയാലോ? അമ്മലേ, എടാ വിമലേ, ആദിദേവേ, അമ്മ പറയുന്ന കേട്ടോ, ടൂറ് പോകാന്ന്. നമുക്ക് ആദ്യം സ്കൂളിലോട്ട് പോയി ലീവ് ചോദിക്കടാ.